എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ. എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഞാൻ ആകാശവാണി തിരുവനന്തപുരം വഴുതക്കാടുള്ള ആകാശവാണി റേഡിയോ നിലയത്തിൽ ലൈറ്റ് മ്യൂസിക് ലളിതഗാനത്തിൻ്റെ ഓഡിഷനിൽ പങ്കെടുത്തു. എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. 3 പാട്ടുകളാണ് ഞാൻ പാടിയത്. രാമായണക്കിളി, ശാരിക പൈങ്കിളി, രാജീവ നേത്രനെ കണ്ടു, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, തളിർമരച്ചില്ലയിൽ താമസമാണോ, തങ്കച്ചിറകുള്ള കൂട്ടുകാരി. 3 പാട്ടുകളാണ് ഞാൻ ആകാശവാണി റേഡിയോ നിലയത്തിലെ സ്റ്റുഡിയോയിൽ പാടിയത്. എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. പക്ഷേ ആകാശവാണി റേഡിയോ നിലയത്തിലെ സ്റ്റുഡിയോയിൽ പാടാൻ ഭാഗ്യമുണ്ടായി. സെലക്ഷൻ കിട്ടിയില്ല. ഈ വിവരം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ആകാശവാണി റേഡിയോ നിലയത്തിൽ പങ്കെടുക്കാമെന്ന ഇൻറ്റിമേഷനാണ്. എൻ്റെ പേരുള്ള ലിസ്റ്റാണിത്. ആകാശവാണി റേഡിയോ നിലയത്തിൽ ലൈറ്റ് മ്യൂസിക്കിൻ്റെ ഓഡിഷനിൽ പങ്കെടുക്കാൻ എനിക്ക് വന്ന ലിസ്റ്റാണ്. എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. ആകാശവാണി റേഡിയോ നിലയത്തിലെ സ്റ്റുഡിയോയിൽ പാടാൻ ഭാഗ്യമുണ്ടായി. ഇത് ടോക്കനാണ്. ആകാശവാണി റേഡിയോ നിലയത്തിൽ തിരുവനന്തപുരം വഴുതക്കാടുള്ള ആകാശവാണി റേഡിയോ നിലയത്തിൽ പാടാൻ ചെന്നപ്പോൾ എനിക്ക് ലഭിച്ച ടോക്കനാണ്. ടോക്കൺ നമ്പർ 211. 3 പാട്ടുകൾ സ്റ്റുഡിയോയ്ക്കകത്ത് ഞാൻ പാടി. ആകാശവാണി റേഡിയോ നിലയത്തിലെ സ്റ്റുഡിയോയിൽ പാടി. സെലക്ഷൻ കിട്ടിയില്ല. എനിക്ക് ആകാശവാണി റേഡിയോ നിലയത്തിലെ സ്റ്റുഡിയോയിൽ പാടാൻ ഭാഗ്യമുണ്ടായി. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് യൂട്യൂബിലൊരു ചാനലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അഭിലാഷ് അമ്പലപ്പുഴ. ABHILASHAMBALAPUZH. എൻ്റെ യൂട്യൂബ് ചാനലിൽ ആകാശവാണി റേഡിയോ നിലയത്തിൽ ലൈറ്റ് മ്യൂസിക്കിൻ്റെ ലളിതഗാനത്തിൻ്റെ ഓഡിഷനിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഞാൻ പാടിയ പാട്ടുകൾ ലളിതഗാനങ്ങളുണ്ട്. രാമായണക്കിളി, ശാരിക പൈങ്കിളി, രാജീവ നേത്രനെ കണ്ടു, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, തളിർമരച്ചിലയിൽ താമസമാണോ, തങ്കച്ചിറകുള്ള കൂട്ടുകാരി. ഈ 3 പാട്ടുകൾ എൻ്റെ യൂട്യൂബ് ചാനലായ അഭിലാഷ് അമ്പലപ്പുഴ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ. എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ.